കൊച്ചി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്ലാന്റിൽ ലോഡിംഗ് തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് LPG വിതരണം മുടങ്ങി. 6 ജില്ലകളിലേക്കുള്ള വിതരണമാണ് മുടങ്ങിയത്. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ ഇന്ന് രാവിലെ മുതൽ സമരം തുടങ്ങിയത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, 6 ജില്ലകളെ ഇത് ബാധിക്കുമെന്ന് പറയുമ്പോൾ അത് വ്യാപകമായി അത് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് ഇവരുടെ ആവശ്യം? അനുജ, നിലവിലിപ്പോൾ അധികൃതരുമായി ഈ തൊഴിലാളികളുടെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് തൊഴിലാളികൾ കടന്നത്. ശമ്പളം വെട്ടിക്കുറച്ചതിലും ഈ മാസത്തെ ശമ്പളം ലഭിക്കാത്തതിലുമാണ് തൊഴിലാളികൾ പ്രതിഷേധം ആരംഭിച്ചത്. ഉദയംപേരൂരിലെ IOC പ്ലാന്റിൽ രാവിലെ മുതൽ തന്നെ തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു. ഇതോടുകൂടി തന്നെ LPG വിതരണം മുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി ലോറികളാണ്, ഏതാണ്ട് 100-ലധികം ലോറികളാണ് ഇപ്പോൾ ഈ IOC പ്ലാന്റിന് മുന്നിൽ കാത്തുകെട്ടി കിടക്കുന്നത്. എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കുള്ള 100-ലധികം ലോറികൾ ഇപ്പോഴും ഈ LPG നിറച്ച് വിവിധ ജില്ലകളിലേക്ക് പോകാനായി കാത്തുകെട്ടി കിടക്കുകയാണ്. പക്ഷേ ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതുവരെ അതിലൊരു തീരുമാനമായിട്ടില്ല. അതിനുശേഷം മാത്രമേ ഈ സമരം തുടരുന്ന കാര്യത്തിലടക്കം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ മാസത്തെ ശമ്പളം ലഭിക്കാത്തതിലും ശമ്പളം വെട്ടിക്കുറച്ചതിലും ഒരു പ്രതിഷേധമാണ് ഇന്ന് രാവിലെ മുതൽ തൊഴിലാളികളുടെ ഭാഗത്തും ഉണ്ടായത്. ലോഡിംഗ് തൊഴിലാളികളാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. അനുജ, ശരി. ഉദയംപേരൂരിലെ കൊച്ചി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്ലാന്റിലാണ് ലോഡിംഗ് തൊഴിലാളികളുടെ സമരം. LPG വിതരണം 6 ജില്ലകളിലേക്കുള്ളത് മുടങ്ങിയിട്ടുണ്ട്. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന്, വെട്ടിക്കുറച്ചതിനെ തുടർന്നൊക്കെയുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ ചർച്ച നടക്കുന്നു എന്ന വിവരമാണ് നിതിൻ അംബുജൻ നൽകിയത്.